ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 39 യോഗമായ പ്രാദുർഭാവവും ശ്രീകൃഷ്ണ ജന്മോത്സവവും. ഓം നമോ നാരായണായ. ശ്ലോകം 1. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ഛലജലഭരാം കളിന്ദാത്മജാം അഹോ സലിലസഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘ ഇവ തത്ക്ഷണാത് പ്രപദമേയതാ മായയൗ. വാക്യപരിചയ. ഭവന്തം അയം ഉദ്വഹൻ യദുകുല ഉദ്വഹ നിസ്സരൻ ദദർശ ഗഗന ഉച്ഛലത് ജലഭരാം കളിന്ദ ആത്മജാം അഹോ സലില സഞ്ജയ സ പുന ഐന്ദ്രജാല ഉദിത ജല ഓഘ ഇവ തൽക്ഷണാത് പ്രപദ മേയതാം ആയയൗ. അന്വയം. അർത്ഥം. അയം യദുകുലോദ്വഹ ഭവന്തം ഉദ്വഹൻ നിസ്സരൻ. ഈ വാസുദേവൻ അങ്ങയെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ കളിന്ദാത്മജാം ഗഗനോച്ഛല ജലഭരാം ദദർശ. കാളിന്ദി നദിയിൽ വെള്ളം ഏന്തിപ്പൊങ്ങുന്നതായി കണ്ടു. സ സലിലസഞ്ജയ പുന. ആ പെരുവെള്ളം ആകട്ടെ ഐന്ദ്രജാലോദിത ജലൗഘ ഇവ. ഇന്ദ്രജാല വിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ തൽക്ഷണാൽ പ്രപദമേയതാം. പെട്ടെന്ന് കാലടിയളവിൽ മാത്രം ആയയൗ അഹോ. അഹോ ആയിത്തീർന്നു. അത്ഭുതം. വ്യാഖ്യാനം. വസുദേവർ ഭഗവാനെ കൈകളിലെടുത്ത് പുറപ്പെട്ടപ്പോൾ യമുനാ നദിയിലെ വെള്ളം പൊങ്ങി ഉയരുന്നതായി അദ്ദേഹം കണ്ടു. നദി കരകവിഞ്ഞൊഴുകി വളരെ ഉയരത്തിൽ ജലവിധാനം പൊങ്ങി. മായാജാല പ്രകടനത്തിൽ പെരുംവെള്ളം ഉണ്ടായതായി തോന്നിക്കുന്നത് പോലെ വസുദേവർ യമുനാ നദിയിലൂടെ കടന്നു പോകുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, നദിയിലെ ജലവിധാനം പെട്ടെന്ന് കാലടി വരെ താണു. വിഷമമില്ലാതെ വാസുദേവർ യമുനാ നദി കടന്ന് അക്കരെയെത്തി. ശ്ലോകം 2. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദദ്ബാലികാം അപാവൃതകവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തൽപദാദ്വഹൻ കപടകന്യകാം സുപുരമാഗതോ വേഗത. അന്വയം. അർത്ഥം. പ്രസുപ്ത പശുപാലികാം. ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടക്കുന്നു. നിഭൃതം ആരുദത് ബാലികാം. ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നുണ്ട്. അപാവൃതകവാടികാം. വാതിലുകൾ തുറന്നു കിടക്കുന്നു. പശുപവാടികാം. അങ്ങനെയുള്ള നന്ദഗോപ ഗൃഹത്തിലേക്ക് ആവിശൻ അയം ഭവന്തം. കടന്നു ചെന്ന ആ വസുദേവർ അങ്ങയെ പ്രസവതൽപകയെ അർപ്പയൻ. യശോദയുടെ പ്രസവമെത്തയിൽ കിടത്തിയിട്ട് തത്പദാൻ കപടകന്യകാം വഹൻ. അവിടെ നിന്ന് ആ മായാബാലികയെ എടുത്തുകൊണ്ട് വേഗത സ്വപുരം. വേഗത്തിൽ തന്നെ മധുരാപുരത്തിൽ ആഗത മടങ്ങിയെത്തി. വസുദേവർ നന്ദഗോപരുടെ വസതിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഗോപവനിതകൾ ഉറങ്ങുന്നു. ഒരു പെൺകുട്ടി മെല്ലെ കരയുന്നു. വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ വസുദേവർ യശോദയുടെ പ്രസവശയ്യയിൽ ഭഗവാനെ കിടത്തി. അപ്പോൾ ശയ്യയിൽ കിടക്കുന്ന മായാശിശുവിനെ, അതായത് യോഗമായാദേവിയെ കൈകളിലെടുത്ത് വസുദേവർ വേഗത്തിൽ മധുരാപുരിയിലേക്ക് മടങ്ങി. ശ്ലോകം 3. തതസ്ത്വദനുജാരവക്ഷപിതനിറ്റവേഗദ്രവത്
ഫടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാ. അന്വയം അർത്ഥം തത ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഫടോത്കര നിവേദിത പ്രസവവാർത്തയാ ഏവ. അതിനുശേഷം അങ്ങയുടെ സഹോദരിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമുണർന്ന ഭടന്മാർ ദേവകി പ്രസവിച്ച വിവരം കംസരാജാവിനോട് അറിയിച്ചപ്പോൾ തന്നെ ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കര ത്വരിതം ആപതൻ ഭോജരാട്. പരിഭ്രാന്തനായി അഴിഞ്ഞ തലമുടി കെട്ടാതെ ഉടനെ ഓടിവന്ന കംസൻ അതുഷ്ട ഇവ ഭഗിനികാകരെ കന്യകാം ദൃഷ്ടവാൻ. സഹോദരിയായ ദേവകിയുടെ കൈകളിൽ പെൺകുഞ്ഞിനെ കണ്ട് അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ വസുദേവർ ദേവകിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ കുഞ്ഞ് ഉറക്ക കരഞ്ഞു. അതുവരെ ഗാഠനിദ്രയിലായിരുന്ന കംസന്റെ ഭടന്മാർ ഞെട്ടിയുണർന്ന് ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിച്ചു. ഉറക്കത്തിലായിരുന്ന കംസൻ ഉടനെ പരിഭ്രാന്തനായി അഴിഞ്ഞ തലമുടി ഒതുക്കിക്കെട്ടാതെ തന്നെ തടവറയിലേക്ക് ചെന്നു. ദേവകിയുടെ കൈകളിൽ കംസൻ അപ്പോൾ കണ്ടത് പെൺകുഞ്ഞിനെയായിരുന്നു. 8ാമത്തെ ആൺകുട്ടി തൻ്റെ അന്തകനാണെന്നാണ് അശരീരി. കംസൻ സന്തോഷമില്ലാത്ത അവസ്ഥയിലായി. ശ്ലോകം 4. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസൗ വിധി കിശോരികാം ഭഗിനികാഗരാലിംഗിതാം ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുബലപട്ടകേ പിഷ്ടവാൻ. അസൗ ധ്രുവം കപടശാലിന മധുഹരസ്യ മായാ ഭവേത്. ഇത് തീർച്ചയായും കപട സ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാപ്രകടനമായിരിക്കും. ഇതി അയം ഭഗിനികാ കരാലിംഗിതാം കിശോരികാം എന്ന് വിശ്വസിച്ച് കംസൻ ദേവകി തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുഞ്ഞിനെ ദിവ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപൻ. ആന താമരപ്പൊയ്കയിലെ ഇളം താമരവളയത്തെ ചുറ്റിപ്പിടിച്ച് പറിച്ചെടുക്കുന്നത് പോലെ എടുത്ത് അജാം ത്വദനുജാം ഉപലപട്ടകയെ പിഷ്ടവാൻ. ജനന മരണമില്ലാത്ത അങ്ങയുടെ അനുജത്തിയെ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. ഇങ്ങനെ സംഭവിച്ചത് 8ാമത്തെ മകൻ പെണ്ണായി പിറന്നത് കപട സ്വഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ മായാപ്രകടനം തന്നെയെന്ന് കംസൻ ഉറച്ചു വിശ്വസിച്ചു. കംസൻ ദേവകി തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുഞ്ഞിനെ ആന പൊയ്കയിൽ നിന്ന് ഇളം താമരവളയത്തെ ചുറ്റിപ്പിടിച്ച് പറിച്ചെടുക്കുന്നത് പോലെ കയ്യിലെടുത്ത് ജനനമരണരഹിതമായ ഭഗവാന്റെ അനുജത്തിയെ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. ശ്ലോകം 5. തതോ ഭവദുപാസകോ ധടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസേവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലമജങ്മുഷി വികസദഷ്ടബാഹു സ്ഫുരൻ മഹായുധമഹോ ഗദാ കില വിഹായ സാദിദ്യുതേ. തത ഭവദുപാസക ഝടിതി മൃത്യുപാശാത് ഇവ സാ പ്രമുച്യ. അപ്പോൾ അങ്ങയുടെ ഭക്തൻ യമപാശത്തിൽ നിന്ന് എന്ന പോലെ കംസൻ്റെ കയ്യിൽ നിന്ന് പെൺകുട്ടി തെറിച്ച് തരസാ ഏവ സമധിരൂഢ രൂപാന്തര. തൽക്ഷണം മറ്റൊരു രൂപത്തിൽ അധസ്ഥലം അജഗന്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധം. താഴോട്ട് വരാതെ 8 കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ട് വിഹായസാകില ഗദാദിദ്യുതേ. അഹോ, അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ശോഭിച്ചു. ആശ്ചര്യം തന്നെ. ഭഗവാന്റെ ഭക്തൻ, അതായത് അജാമിളൻ, യമപാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ കംസൻ്റെ കയ്യിൽ നിന്ന് പെൺകുട്ടി തെറിച്ചു. ഉടനെ മറ്റൊരു രൂപത്തിൽ താഴേക്ക് വരാതെ
8 കൈകളിൽ ശംഖം, ചക്രം, ഗദ, ശൂലം, വാൾ, പരിച, വില്ല്, ശരം എന്നിവ ധരിച്ച് അഷ്ടഭുജാംഗി അന്തരീക്ഷത്തിൽ യോഗമായാദേവി പ്രത്യക്ഷപ്പെട്ട് ശോഭിച്ചു. ഹരി ഓം. ഹരേ കൃഷ്ണ.